യെസ്, പണ്ഡ്യാല ഷാജി, നോക്കൂ, ഇത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ്. ഇപ്പോൾ കുഞ്ഞികൃഷ്ണൻ തുറന്ന് പറഞ്ഞു. ഇപ്പോൾ ഇതാ വിഷ്ണുവിൻ്റെ സഹോദരൻ, വിഷ്ണുവിൻ്റെ ചേട്ടൻ വിനോദ് കുമാർ തുറന്നു പറഞ്ഞു. കൂടുതൽ ആളുകൾ രംഗത്ത് വരാനുള്ള സാധ്യതയില്ലേ? കാരണം പാർട്ടിയുടെ ഈ അപജയം അത് ഇനിയെങ്കിലും തുറന്ന് പറഞ്ഞില്ലെങ്കിൽ കൂടുതൽ അപകടത്തിലേക്ക് പാർട്ടി പോകും എന്ന് തിരിച്ചറിയുന്നവർ തന്നെയല്ലേ തുറന്ന പറച്ചിലുകളുമായി രംഗത്ത് വരുന്നത്? തീർച്ചയായും മിസ്റ്റർ നമ്പ്യാർ, നമ്മൾ പലതവണ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ഇതേ ഫ്ലോറിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് വീണ്ടും നിങ്ങളൊരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുന്ന ഒരു സംഭവം, കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് മുൻ പാർട്ടി സെക്രട്ടറിക്ക് പിന്നെ പിണറായി പാർട്ടി മെമ്പർഷിപ്പ് ഇല്ല. ഈ പാർട്ടി മെമ്പർഷിപ്പ് കീറിച്ചാടിയത് എൻ്റെ അച്ഛൻ പാണ്ഡ്യാല ഗോപാലനാണ്. ഇയാൾ പുറത്തു വലിയ ബടായി വിടുന്നല്ലേ, ഞാൻ അങ്ങനെയാണ്, ആനയാണ്, ചേനയാണ്, കുനയാണെന്നല്ലേ ഉള്ളത്. എൻ്റെ അച്ഛൻ പാണ്ഡ്യാല ഗോപാലനാണ് ഇയാളുടെ പാർട്ടി മെമ്പർഷിപ്പ് കീറിച്ചാടിയത്. പാർട്ടി മെമ്പർഷിപ്പ് എന്തുകൊണ്ട് കീറിച്ചാടി എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ ഇയാൾ ആർക്കെല്ലാമാണ് പാർട്ടി മെമ്പർഷിപ്പ് കൊടുക്കുന്നതെന്നുമാണ് ചോദ്യം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന കാതലതാണ്. ഇദ്ദേഹത്തിന് പാർട്ടി മെമ്പർഷിപ്പ് പിന്നെ കൊടുക്കുന്ന ആരാണെന്ന് അറിയാക്കൻ്റെ അച്ചുവാട്ടനാണ് പാർട്ടി മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. ബ്രണ്ണൻ കോളേജിനകത്ത് 1968 ഇയാൾ 67 ഇയാൾ പിന്നെ ബ്രണ്ണൻ കോളേജ് ഇയാൾ ഒഴിവാകുന്നുണ്ട്. ഈ ഒഴിവായതിനു ശേഷമാണ് പിന്നെ ബ്രണ്ണൻ കോളേജ് ഊരി പിടിച്ച കത്തി ABVP മറ്റു ബടായികൾ, അതായത് നമ്മൾ എത്രയോ തവണ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ്. പക്ഷെ പറയുന്ന വിഷയം അറിയില്ല. ബ്രണ്ണൻ കോളേജിനകത്ത് പാർട്ടിയുടെ ഫ്രാക്ഷൻ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന ശരിയല്ലാത്ത ഒരു വിവരം അരയാക്കണ്ടി അച്ചുവാടനെ പോലുള്ള അന്നത്തെ കാലത്തെ പ്രമുഖരായ CPIM-ന്റെ പിന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ അദ്ദേഹം കൂടെ ശുപാർശ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് പാർട്ടി മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. ആ പാർട്ടി മെമ്പർഷിപ്പ് കൊടുത്തത് പിണറായിലല്ല, കൊടുത്തത് തലശ്ശേരിയിലാണ്. അതിൻ്റെ പിന്നെ പരിണത ഫലവും കൂടിയാണ് വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ ആളുടെ കൊലപാതകം. ഇതെല്ലാം മണിക്കൂറുകൾ പറയേണ്ട സംഭവങ്ങളാണ്. ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഇയാൾ പാർട്ടിയുടെ അധിനായകരായി വന്നപ്പോൾ കൊള്ളാൻ പാർട്ടിക്ക് അകത്ത് മെമ്പർഷിപ്പ് കൊടുക്കാൻ പാടില്ലാത്ത മുഴുവൻ ആളുകൾക്കും ഇയാൾ പാർട്ടി മെമ്പർഷിപ്പ് കൊടുത്തു. ഈ കൊടുത്തതിന്റെ അനിവാര്യമായ ദുരന്തമാണ് വാസ്തവത്തിൽ ഇപ്പോൾ അറിയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ നോക്കൂ, നമ്മുടെ കഴിഞ്ഞ പിന്നെ ഇയാളുടെ മിനിസ്ട്രിയുടെ കാലത്ത് ഉണ്ടാക്കുന്ന പ്രളയമില്ലേ, ആ പ്രളയത്തിന്റെ കാലത്ത് ഉണ്ടായിരിക്കുന്ന ഏതെങ്കിലും ഒരു കണക്ക്, പണം പിരിച്ചതിന് ഏതെങ്കിലും ഒരു കണക്ക് ഈ സർക്കാരിന്റെ കയ്യിലുണ്ടോ? ഞങ്ങൾ എത്ര തവണ ഈ ഫ്ലോറിൽ ചർച്ച ചെയ്താണ്, എത്ര തവണ ഞങ്ങൾ ഈ ഫ്ലോറിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരൊറ്റ ഒന്നിന് കണക്കില്ല. എന്താ കണക്കില്ലാതിരിക്കാനുള്ള കാരണം? കണക്ക് വേണ്ട. പകരം എന്താണ്? കിട്ടാവുന്ന പണം മുഴുവൻ തന്നെ വാങ്ങുക, പിന്നെ ഉപയോഗിക്കുക, എടുക്കുക. ആർക്കും ഒരു ഇതുമില്ല, കണക്കില്ല. ഈ കണക്കില്ലാത്തതിന്റെ അവസ്ഥ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഇവിടെയും കണക്ക് വേണ്ട, പകരം എന്ത് വേണം? പണം നിങ്ങൾ എടുത്തു എന്നാണ്. നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവുമല്ലോ, എറണാകുളത്ത് ഒരു സക്കീർ ഹുസൈൻ എന്ന് പറയുന്ന ഒരാളെ പേരിൽ നടപടിയെടുത്തിരിക്കുന്ന പാർട്ടി നടപടിയെടുക്കാൻ നിർബന്ധിക്കപ്പെട്ടിരിക്കുന്ന വിഷയം 25 ലക്ഷം രൂപ പിന്നെ ഓരോ ആളിന്ന് ഭഗവാൻ ചെലവഴിച്ചതിന്റെ വിഷയം. ഇങ്ങനെ ഉണ്ടാകുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇത്തരം സംഭവങ്ങളെല്ലാം വരുമ്പോൾ മിസ്റ്റർ നമ്പ്യാർക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ടാവുന്ന 2 പ്രധാനപ്പെട്ട സംഭവങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാം. ഒന്ന്, തലശ്ശേരി വീനസ് കോർണറിൽ ഉണ്ടായിരിക്കുന്ന പിന്നെ കോഓപ്പറേറ്റീവ് പിന്നെ ആശുപത്രി, അതിന് നേരെ എതിർഭാഗത്ത് വരുന്ന നമ്മുടെ സിറ്റി സെന്റർ. ഈ സിറ്റി സെന്ററിന് അകത്തായിരുന്നു EK നായനാർ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ ഹാർട്ട് ആശുപത്രി ഉണ്ടാക്കുന്നുവെന്ന് വലിയ തോതിലുള്ള പ്രചരണം നടത്തി കോടിക്കണക്കിന് ഉറുപ്പിക പിരിച്ചു. ഈ കോടിക്കണക്കിന് ഉറുപ്പിക പിരിച്ചു. ആ പിരിച്ചപ്പോഴാണ് പിന്നീട് ശാരദ ടീച്ചർ ഉൾപ്പെടെയുള്ള ആളുകൾ അറിയുന്നത്, അദ്ദേഹത്തിന്റെ ഭാര്യ ഉൾപ്പെടെയുള്ളവർ അറിയുന്നത്, ഈ സിറ്റി സെന്റർ എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് മേഖലയിലല്ല, അത് സ്വകാര്യ മേഖലയിലാണ്. ഈ സ്വകാര്യ മേഖലയിൽ വരുന്ന സ്ഥാപനം ആരുടെ നിയന്ത്രണത്തിലാണ്? നോബഡി നോസ്. ആർക്കും അറിയില്ല. പിരിച്ച പണം എത്രയാണ് ആർക്കും അറിയില്ല. അവസാനം നായനാരുടെ ഭാര്യയായിരിക്കുന്ന ശാരദ ടീച്ചർ പറഞ്ഞു, എന്റെ സഖാവിനെ അപമാനിക്കുന്ന ഒരു പ്രവൃത്തിക്ക് കൂട്ടുനിൽക്കാൻ പാടില്ല, ഞാനതിന് പരസ്യമായി സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് ആ പരിപാടി ഡ്രോപ്പ് ചെയ്തു. പിരിച്ച പണം എവിടെ? ആർക്കും അറിയില്ല, ഇപ്പോഴും അറിയില്ല. ഇതിനനുബന്ധമായി വന്നിരിക്കുന്ന വിഷയം എവിടെയാണ്? ഈ സിറ്റി സെന്ററിനകത്താണ് കോൺഗ്രസിന്റെ ആശുപത്രി, കണ്ണാശുപത്രി തുടങ്ങിയത്. ഇപ്പോൾ അവിടെ നിന്ന് മാറിയിട്ട് കതിരൂർ ഭാഗത്തേക്ക് പോയി കണ്ണാശുപത്രി സ്വന്തമായി കെട്ടിടം എടുത്തു. ഈ കണ്ണാശുപത്രി അവിടെ നടത്തുമ്പോൾ അതിന് വാങ്ങിക്കുന്ന വാടക ആരാണ് വാങ്ങിച്ചത്? അതും അറിയില്ല, നോബഡി നോസ്. ഒരാൾക്കും അറിയില്ല. ഏത് പാർട്ടി ഘടകത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു ഈ സിറ്റി സെന്ററിനകത്ത് ഈ സ്ഥാപനം നടത്തിയത്? ഒരൊറ്റയാൾക്ക് അറിയില്ല. ഇതിനേക്കാൾ മാരകമായ മറ്റൊരു ഉദാഹരണം ഞാൻ തരാം. MK ദാമോദർ എന്ന് പറയുന്ന കേരളത്തിന്റെ പിന്നെ അഡ്വക്കേറ്റ് ജനറൽ ആയിരിക്കുന്നയാൾ, അയാളുടെ നേതൃത്വത്തിൽ ഒരു ചെമ്മീൻ പിന്നെ ഫാക്ടറിയോ കണ്ടോ ഒന്നോ തുടങ്ങി. ധർമ്മടം ഭാഗത്ത് നിന്നാണ് ഏറ്റവും കൂടുതൽ പണം അതിനു വേണ്ടി പിരിച്ചത്. നയാ പൈസ ഒരാൾക്ക് തിരിച്ചു കൊടുത്തില്ല. മരിച്ചുപോയിരിക്കുന്ന നമ്പ്യാർ കൂടി അറിയാവുന്നതാണ് വടവതി വാസുവേട്ടൻ കണ്ണൂർ പാർട്ടി DC-ക്കകത്ത് ഈ വിഷയം ഉന്നയിച്ചു. അതൊക്കെ അവിടെ നിൽക്കാനും കഴിയില്ല. അവിടെ ഈ പണത്തെ കുറിച്ച് ഒരു ആധികാരികമായ ധാരണ വേണമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, അന്നത്തെ പാർട്ടി DC സെക്രട്ടറി, അയാൾ പറഞ്ഞെന്താണെന്ന് പറഞ്ഞാൽ, വാസു പിന്നെ വിളിച്ചിരിക്കുന്ന ആളുകളുടെ ടെലിഫോൺ നമ്പർ കൊണ്ടുപോകാന്ന് പറഞ്ഞു. വാസുവേട്ടൻ എന്ത് ചെയ്തു? എല്ലാവരും ടെലിഫോൺ നമ്പർ കൊടുത്തു. അതിൽ പിന്നീട് ഒരൊറ്റ ആളും
ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പരാതിയും ഉന്നയിച്ചിട്ടില്ല. എന്താണ് ഇതിനർത്ഥം? നമുക്ക് മനസ്സിലാക്കാവുന്ന അർത്ഥം എന്താണ്? രണ്ടാമത്തെ വിഷയം. മൂന്നാമത്തെ വിഷയം ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വിഷയത്തിലൂടെ ഞാൻ പറയാം. തലശ്ശേരിയിലെ ക്രൈസ്റ്റ് കോളേജ്. ഈ ക്രൈസ്റ്റ് കോളേജ് തുടങ്ങിയത് ആരാണ്? ചൂരൈ ചന്ദ്രമാഷ് തുടങ്ങിയിരിക്കുന്ന ക്രൈസ്റ്റ് കോളേജാണ്. ഞാൻ ആ കോളേജിനകത്താണ് പഠിച്ചത്. ഞാൻ ആ കോളേജിനകത്ത് അധ്യാപകരുമായിരുന്നു. ഈ സ്ഥാപനം പിന്നീട് 1986 CMB ഫോം ചെയ്യപ്പെട്ടപ്പോൾ എന്തായി തീർന്നു? MBRന്റെ CMBയുടെ ഭാഗമായി ചന്ദ്രമാഷ് മാറിയപ്പോൾ ഈ സ്ഥാപനം ആര് പിടിച്ചു? CPM പിടിച്ചു. ധർമ്മടം ലോക്കൽ കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലുണ്ടായിരിക്കുന്ന സ്ഥാപനം ഇവിടത്തേക്ക് വന്നു. തലശ്ശേരി പാർട്ടിയുടെ നിയന്ത്രണത്തിൽ വന്നു. അവസാനം എന്തായി തീർന്നു? ആ സ്ഥാപനമേ ഇല്ലാതായി തീർന്നു. പുതിയ സ്ഥാപനം വന്നു. ആ സ്ഥാപനത്ത് പാരലൽ കോളേജില്ല, പകരം വന്ന് സ്വാശ്രയ കോളേജായി മാറി. ഇതിനൊക്കെ പിരിച്ചിരിക്കുന്ന പണത്തിന്റെ കോടികളുടെ കണക്കെവിടെയാണ്? അതുകൊണ്ട് പയ്യന്നൂരിലും ഈ പറഞ്ഞ തിരുവനന്തപുരത്ത് നടന്നേക്കുന്ന ഫണ്ട് വെട്ടിപ്പിന്റെയും മറ്റും കൊള്ള നടത്തുന്നത്, അതിന്റെ ആരംഭം കുറിച്ചത് ഒരിക്കലും കൂടിയല്ല, ഈ മേഖലയിലല്ല, അത് തലശ്ശേരിയിൽ ഇയാൾ പാർട്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാലയളവിലാണ് എന്നതാണ് എന്റെ പ്രധാനപ്പെട്ടിരിക്കുന്ന പോയിന്റ്. ഇതിനേക്കാൾ ഗംഭീരമായിരിക്കുന്ന മറ്റൊരു ഉദാഹരണം കൂത്തുപറമ്പിൽ അതും ലക്ഷ്മണമാർക്ക് അറിയാവുന്നവരാണ്. ഈ കഴിഞ്ഞ മാസമാണ് സഖാവ് M ലക്ഷ്മണൻ മാസ്റ്ററുടെ ജീവരേഖയായി അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേരാണ് ഇങ്കുലാബനും ചെങ്കൊടിക്കും അപ്പുറം. ഇവിടെ കൂത്തുപറമ്പിലെ പാർട്ടി ഏരിയ സെക്രട്ടറിയായി ഇയാൾ പണിയെടുക്കുന്ന കാലത്ത്, ജോലി ചെയ്ത പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്ത് അതേ കമ്മിറ്റിയിൽ ഏരിയ കമ്മിറ്റിയിൽ പ്രവർത്തിച്ചിരിക്കുന്ന ആളാണ് സഖാവ് ലക്ഷ്മണൻ മാഷ്. ആ ലക്ഷ്മണൻ മാഷെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു. എന്താണ് കാര്യം? ഒറ്റ കാര്യത്തിന്റെ മേലെയാണ്. ആ കാര്യം എന്താണെന്ന് അറിയുന്നത്? 1980-കളിൽ പിന്നെ വരുന്ന ഘട്ടത്തിൽ കരുണാകരൻ മന്ത്രിസഭയ്ക്കെതിരെ വന്നിരിക്കുന്ന ഒരു വലിയ വിവാദമായിരിക്കുന്ന വിഷയം ഉണ്ടായില്ല, കാസ്റ്റിംഗ് മന്ത്രിസഭ. ആ മന്ത്രിസഭയുടെ വിഷയം വന്നപ്പോൾ മന്ത്രിസഭയ്ക്കെതിരായി വന്നിരിക്കുന്ന വലിയ പ്രക്ഷോഭങ്ങൾ, ആ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കൂത്തുപറമ്പ് ഏരിയയിൽ ജാഥ നയിക്കാൻ തീരുമാനിച്ചതിന്റെ ജാഥ ലീഡർ ഈ പറയുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായിരുന്നു. അന്ന് ഉച്ചക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കേണ്ടിയിരുന്നത് പിന്നെ വേങ്ങാട് തെരുവിന്റെ ഭാഗത്താണ്. അവിടെ ജാതി എത്തി. അവിടെ ഉണ്ടാക്കുന്ന സാധാരണ ഒരു കടക്കകത്താണ് ഈ ഭക്ഷണം കൊടുക്കേണ്ടത്, ചെറിയ ചായപ്പിടിയകത്താണ്. അപ്പൊ ഇയാൾ ജാതിയുമായി വന്നു. അപ്പൊ ചോദിച്ചു, പിന്നെ എവിടെയാണ് ഭക്ഷണം സഖാക്കൾക്ക് ഏർപ്പാടാക്കിയിട്ടുള്ളത്? അപ്പൊ ലക്ഷ്മണൻ മാഷ് പറഞ്ഞു, അത് ഇവിടെ തന്നെയാണെന്ന് പറഞ്ഞു. ഇത് കേൾക്കേണ്ട വാദി കേൾക്കാത്ത വാദി. ഇയാൾ പറഞ്ഞെന്താണെന്ന് പറഞ്ഞാൽ ഭക്ഷണവും വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. ഇയാൾ പോവുകയാണ്. അതിന്റെ മേലെ കലാപം ഉണ്ടാക്കിയതിന്റെ മേലെയാണ് ഈ ലക്ഷ്മണൻ മാഷെ പാർട്ടി മെമ്പർഷിപ്പ് അബദ്ധം പുറത്താക്കിയത്. അതായത് ജീവനുള്ള മനുഷ്യനെ ചോദ്യം ചെയ്യുന്ന മനുഷ്യൻ ഓരോന്നായി പാർട്ടിയിൽ നിന്ന് പുറത്തുള്ളതാണ് ഇയാൾ ചെയ്ത്. അവസാനം കൊണ്ടുപോയി ഡംപ് ചെയ്ത് മുഴുവൻ ഇത്തരത്തിലുള്ള അലവിലാദികളെ പാർട്ടിയിൽ കൊണ്ടുപോയി ഡംപ് ചെയ്തു. ഈ ഡംപ് ചെയ്തതിന്റെ ഫലമായിട്ടാണ് രക്തസാക്ഷികളെ ഫണ്ട് പോലും എടുത്തു മാറ്റാൻ ഒരു ഉളുപ്പില്ലാത്ത അവസ്ഥ വരിക. ഈ സംഭവത്തിന്റെ ഭാഗമായി തന്നെയാണ് ഞാൻ ഇപ്പം നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ, AKG സെന്ററിന്റെ അഡ്രസ് ഉപയോഗിച്ച് തന്റെ മകൾക്ക് കള്ളക്കമ്മട്ട കമ്പനി ഉണ്ടാക്കാൻ അനുമതി നൽകിയിരിക്കുന്ന ഒരു പാർട്ടി സെക്രട്ടറി. നമുക്ക് ആലോചിക്കാൻ കഴിയുമോ? ഇത് ഒരൊറ്റയാൾ പോലും പാർട്ടിക്കകത്ത് ഇത് ചോദ്യം ചെയ്തില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ചോദ്യം ചെയ്യുന്ന ഒരൊറ്റ ഒരുത്തൻ ഈ പാർട്ടിക്കകത്ത് ഉണ്ടാവരുത്. ഇതാണ് ഇതിന്റെ അടിരേഖ എന്ന് പറയുന്നത്. ഈ അടിരേഖയിൽ നിന്നുകൊണ്ട് ഇതിനപ്പുറവും ഇയാൾ ചെയ്യും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇയാളുടെ അന്ത്യനാളുകൾ അടുത്തിരിക്കുന്നു. ഈ അന്ത്യനാളുകൾ രാഷ്ട്രീയമായി എടുത്തിരിക്കുന്നു. രാഷ്ട്രീയമായി വനവാസത്തിന് പോകാൻ മാത്രമല്ല, രാജ്യം വിട്ടു പോകേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് ഇയാളുടെ മുമ്പിലേക്ക് വരികയാണ്. ഈ പറയുന്ന ഇവിടെ പിന്നെ പയ്യന്നൂരിൽ നിന്ന് വരുമ്പോൾ വേറുന്നുണ്ട്. അവിടെ ആരോപണ വിധേയനായിരിക്കുന്ന TI മധുസൂദനിലെ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുണ്ടായിരുന്നു അവിടെ ഒരു അജിത് ലാൽ. ഈ അജിത് ലാലിനെ നടത്തിയിരിക്കുന്ന കൊലപാതകം, ആ കൊലപാതകം പുനരന്വേഷണം നടത്തണം. ഞാൻ ഈ ഫ്ലോറിൽ ആവശ്യപ്പെടുകയാണ്. പുനരന്വേഷണം നടത്തിയാൽ ആ കൊലപാതകത്തിന്റെ പിന്നിലെടുക്കുന്ന ഗൂഢാലോചനക്കാരൻ ആരായിരുന്നു എന്ന് വളരെ കൃത്യമായി വ്യക്തമാക്കപ്പെടും. ഒരുപാട് കൊലപാതകങ്ങൾ ഇപ്പൊ അവിടെ നടക്കുന്ന ധനരാജ് കൊലപാതകമില്ലേ, ആ ധനരാജ് കൊലപാതകം പോലും വാസ്തവത്തിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ എത്തപ്പെടുക ആരാണ് കൊലപ്പെടുത്തി ചെയ്തതിനോട് വേറൊരു രീതിയിലേക്ക് ആ ഡയമെൻഷൻ മാറുന്നത്. ഏത് പോലെയാണെന്നറിയോ? 1971 തലശ്ശേരി നടന്നിരിക്കുന്ന കലാപം, ആ കലാപത്തിന്റെ ഗൂഢാലോചനക്കാരനാണ് ആണെന്ന് ഞാൻ പലതവണയായി ആവർത്തിക്കുന്നതാണ്. ഇതിനകത്ത് തന്നെ എത്രയോ തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 71 കലാപത്തിന്റെ ബുദ്ധി കേന്ദ്രമാരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ഈ ഇടക്കാലത്തായി കേരളത്തിലെ മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള വിവിധങ്ങളായിരിക്കുന്ന വർഗീയ പരാമർശങ്ങൾ, ആ പരാമർശങ്ങളെല്ലാം കൂട്ടി വായിച്ച് ഗൗരവമേറിയ അന്വേഷണം നടത്തി കഴിഞ്ഞാൽ ആ അന്വേഷണത്തിൽ ഇയാൾ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടുമെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനർത്ഥം എന്താണെന്ന് അറിയോ? നുണയല്ലാതെ മറ്റൊരു സംഭവം അയാൾ പറയാറില്ല. അയാൾ മാർക്സിസ്റ്റ് പോലൊരു മണ്ണാങ്കട്ടിയല്ല അയാൾ.
എന്താ കാര്യം അയാൾക്ക് വ്യക്തി ജീവിതത്തിൽ മുഴുവൻ തന്നെ കാണിക്കുന്ന പക, വെറുപ്പ്. ഈ പകയും വെറുപ്പും നാശത്തിന്റെ കൂത്താടിയായി മനുഷ്യരുടെ നാഡീഞരമ്പുകളിൽ വളർത്തിയെടുക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു പിശാചാണ് വാസ്തവത്തിൽ ആ മനുഷ്യൻ. അയാളുടെ കേരളത്തിലെ ബഹുമാനപ്പെട്ട ഒരു മുഖ്യമന്ത്രിയുമല്ല അയാൾ, സാമാന്യമായിരിക്കും ഒരു മനുഷ്യരുമല്ല അയാൾ. അങ്ങനെയുള്ള ഒരാളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള സംഭവം വന്നു വെച്ചാൽ ഒരു നടപടിയും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഉണ്ടെങ്കിൽ വരേണ്ടത് ആരുടെ പേരിലാണ്? വരേണ്ട നടപടി പയ്യന്നൂരിൽ ടി.ഐ. മധുസൂദനെതിരായി സഖാവ് പി. കുഞ്ഞിക്കണ്ണൻ ഉയർത്തിയിരിക്കുന്ന ഏറ്റവും ഗൗരവമേറിയിരിക്കുന്ന ആരോപണമുണ്ട്. ഈ ഗൗരവമേറിയിരിക്കുന്ന ആരോപണത്തിനോട് ഇയാൾ ഒരു അക്ഷരം ഉരിയാടിയോ? ഇദ്ദേഹത്തിന് ഈ ടി.ഐ. മധുസൂദനെ അറിയില്ലേ? പിന്നെ അവിടെ വന്നിട്ട് ഇപ്പൊ വർത്താനം പറഞ്ഞിരിക്കുന്ന ഒരാളാണ് ആര്? കെ രാജേഷ്. സത്യത്തിൽ എന്താണെന്ന് പറഞ്ഞാല് ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആവാൻ കണ്ട അണ്ടർ വട ഓർഡർ ഇരുന്നതൊന്നുമല്ല കണ്ണൂർ ജില്ലാ പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്നത്. അത് എ വി കുഞ്ഞൻ പോയിരുന്ന കസേലയാണ്, KPR ഓവാനായിട്ട് ഇരുന്ന കസേലയാണ്, MP രാഘവൻ ഇരുന്ന കസേലയാണത്. കണ്ട അണ്ടർ വട ഓർഡർ ഇരുന്നതല്ല. അവിടെ വന്ന് ജീവൻ പറഞ്ഞ ന്യായം എന്താ ഇന്നലെ പറഞ്ഞത്? നിങ്ങളെ ആരെയും ഇതിന്റെ കണക്ക് ഞങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതില്ല എന്ന് അല്ലേ? ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം എവിടെയെങ്കിലും മൂലക്ക് വായിച്ച് ഏതെങ്കിലും ഒരുത്തനുണ്ടെങ്കിൽ അപ്പൊ പറയണം, വായ് കൂട്ടണമെന്ന് പറയണം. എന്തുകൊണ്ടാണെന്നറിയോ? ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1940-കൾക്ക് ശേഷം വിദേശത്ത് നിന്ന് ഫണ്ട് വാങ്ങിയതിന് ഗൗരവകരമായിരിക്കുന്ന ആരോപണം മഹാത്മാഗാന്ധി ഉന്നയിച്ചു. മഹാത്മാഗാന്ധിയാണ് ഉന്നയിച്ചത്. ആ ഉന്നയിച്ച വിഷയം വന്നപ്പോ പിന്നെ അന്നത്തെ അഭിയുക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഖാ പി സി ജോഷി പറഞ്ഞു, മഹാത്മാഗാന്ധിക്ക് എവിടെ വേണമെങ്കിലും ഞങ്ങളുടെ പിന്നെ പാർട്ടിയുടെ മിനിറ്റ്സും കണക്കും കാണിച്ചു തരാമെന്ന്. നിങ്ങൾ വന്നാൽ മതി ഇത് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്വീകാര്യമായിരിക്കും സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. ആ പറഞ്ഞ സ്ഥലം പിന്നെ PC ജോഷി ഒരു വിട്ട് തമ്പിയാണെന്ന് പറഞ്ഞു. സീരിയസ് ആയിട്ട് തന്നെ അത് പറഞ്ഞപ്പോൾ പറഞ്ഞു അത് ബോംബെയിലെ ഹെഡ്ക്വാർട്ടറിൽ വരണം. ബോംബെയിലെ ഹെഡ്ക്വാർട്ടർ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ കണക്ക് കറക്റ്റാണ് എന്ന് ഗാന്ധി എഴുതി കൊടുത്തു. അങ്ങനെ എഴുതി കൊടുത്തിരിക്കുന്ന ബഹുമതിയുള്ള പാർട്ടിയാണല്ലോ ഇത്. ആ പാർട്ടിയുടെ പേർത്താണ് ഈ ഇളം തലമുറക്കാരൻ ഇവിടെ വന്നിരുന്നിട്ട് എന്ത് ക്വാളിറ്റിയുടെ പേരില ഇവ കണ്ണൂർ ജില്ലാ സെക്രട്ടറി അയച്ചിരിക്കുന്നത്. ഏറ്റവും പറയാണ് കണക്ക് ആരെ കാണിക്കണമെന്ന്. ശരിക്കും പറയേണ്ടത് നിന്റെ തന്തയെ കാണിക്കണമെന്നാണ് മറുപടി പറയേണ്ടത് ശരിക്കും. പക്ഷെ ആ വാക്യാണ് ഇതിനകത്ത് പിൻവലിക്കുകയാണ് ഞാനത്. പക്ഷെ ഇത്ര ക്ഷുഭിതനായി പറയാൻ എന്നെ പ്രേരിപ്പിച്ച ഘടകം എന്താണെന്ന് അറിയുന്നത്? ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി സെക്രട്ടറി പറയുമ്പോൾ കണക്ക് ആര് കാണിക്കാണ്? പൊതുജനം അറിയാനുള്ളതാണ്, ഇതറിയാനുള്ളതാണ് എന്ന് പറയുന്ന സാമാന്യ മര്യാദ നിങ്ങൾക്കില്ല എങ്കിൽ നിങ്ങളുടെ പാർട്ടിയുടെ മെമ്പർ ആയിരിക്കാൻ പോലും യോഗ്യതയില്ലാത്ത ഒരാളാണ് ശരിക്ക്. ഇതാണ് ഇതിന്റെ വസ്തുതാപരമായ യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യത്തിന് ഒളിച്ചോടാൻ നിങ്ങളുടെ ഒരു വ്യാജ നിർമ്മിതി വെക്കുക. എന്താണെന്ന് ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞില്ലേ, ഈ കൊല്ലപ്പെട്ടു പോയ സഖാവിന്റെ സഹോദരൻ പറഞ്ഞില്ലേ, നാളെ മുതൽ ആരോപണം എന്തായിരിക്കുമെന്ന്. യഥേഷ്ടം ആരോപണങ്ങളുടെ പെരുമഴയായിരിക്കും. നമ്മൾ ആ സ്വപ്നം പോലും കാണാത്ത ഇതുപോലെ നുണയുടെ പെരുമഴയാണ് നാളെ രാവിലെ മുതൽ വരാതിരിക്കുന്നത്. ഇദ്ദേഹത്തിനെതിരെ കുഞ്ഞിക്കെട്ടിനെതിരായിട്ടും വരുന്നു. ഈ വരുന്ന ഓരോ കണക്കും നമ്മൾ അറിയുക, നുണയല്ലാതെ മറ്റൊരു സംഭവവും ജീവിതത്തിലെ മുഖമുദ്രയായിട്ടില്ലാതിരിക്കുന്ന മനുഷ്യന്മാരാണ് വാസ്തവത്തിൽ ഈ പാർട്ടിയുടെ അമരക്കാരായിപ്പോളുള്ളത്. അതുകൊണ്ട് ഇവർ പൊതുജനത്തെ സമ്പൂർണമായി നാശത്തിലേക്ക് വഴിതെളിയിക്കുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമായാണ്. അതിന്റെ ഏറ്റവും അവസാനത്തെ ലക്ഷണമാണ് സർവ്വസ്ഥലത്തൊന്നും പണം കൊള്ളയടിച്ചു. ആ കൊള്ളയടിക്കാണെങ്കിൽ അവസാനത്തെ ഭാഗം ഏതാണ്? രക്തസാക്ഷികളുടെ ചോര വിറ്റിട്ടിരിക്കുന്ന പണമാണ്. ആ പണം പോലും ഇവർ കൊള്ളയടിക്കുന്നു എന്ന് പറയാൻ അർത്ഥം ഇവർ ഇനി നാളെ ആരിൽ നിന്നും എന്തും ഇവർ കൊള്ളയടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. അഥവാ ഒരു പൊതുസമൂഹത്തിന്റെ ആത്മനാശത്തിലേക്കുള്ള യാത്രയുടെ പന്തത്തിന്റെ തിരിയാണ് വാസ്തവത്തിൽ ഇവർ പിടിച്ചിട്ടത്. അത് ഊതിക്കെടുത്താനുള്ള ഉത്തരവാദിത്വം സാമൂഹ്യ ബോധം പൊതുജനങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവേണ്ടതാണെന്ന് മാത്രമാണ് മിസ്റ്റർ നമ്പ്യാർ എനിക്ക് പറയാനുള്ളത്.